നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുന്നേ തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയുടെ ചൂടിലാണ് മുന്നണികൾ. കോൺഗ്രസിനെ സംബന്ധിച്ച് രണ്ട് പേരുകളിൽ ഒന്നിലേക്ക് എത്താനുള്ളതാണ് ആശയക്കുഴപ്പമെങ്കിൽ ആരെ പരീക്ഷിക്കുമെന്നതിനാണ് CPM പരിഗണന കൊടുക്കുന്നത്. അതിൽ സ്വതന്ത്രരുടെ പേരും ഒപ്പം തന്നെ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വരുമോ എന്നുള്ള രണ്ട് ഘടകങ്ങളിലാണ് അവരെത്തി നിൽക്കുന്നത്. സ്വതന്ത്ര പരീക്ഷണം ആവർത്തിക്കാം എന്നുള്ളൊരു നിലപാട് നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നുമുണ്ട്. നിലമ്പൂർ സീറ്റ് CPM-ന് അനുവദിക്കപ്പെട്ട സീറ്റാണ്. ചിലപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയെന്ന് വരും, അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയെന്ന് വരും. അത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ്. UDF-ൽ ആര്യാടൻ ഷൗക്കത്തോ VS ജോയിയോ എന്ന ചോദ്യത്തിൽ ഒരു ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമായിരിക്കും കോൺഗ്രസ് ചർച്ചകളിലേക്ക് നടക്കുന്നത്. ഒരു സമവായം എന്നോണം എന്തെങ്കിലും പരിഹാര ഫോർമുലയുണ്ടോ എന്നുള്ള കാര്യം ഉൾപ്പെടെ കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നുണ്ട്. അതിൽ PV അൻവറിന്റെ നിലപാട് VS ജോയിയെ പരിഗണിക്കണമെന്ന് ആവർത്തിച്ചത് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുന്നുമുണ്ട്. ഇവിടെ ആ തരത്തിൽ സ്ഥാനാർത്ഥിയെ അന്തിമമായി തീരുമാനിക്കുന്ന ഒരു ചർച്ചയിലേക്കും കടന്നിട്ടില്ല. പ്രാഥമികമായി പ്രധാനപ്പെട്ട നേതാക്കൾ കൂടിയാലോചന നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിന് ഒരു നടപടിക്രമമുണ്ട്, അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നേ ഉള്ളൂ. നിലവിലൊരു ക്രൈസ്തവ സ്ഥാനാർത്ഥിക്ക് മുൻഗണന നൽകുകയാണ് BJP-യുടെ ലക്ഷ്യം. ആഴത്തിലുള്ള ചർച്ചകളിലേക്കൊന്നും BJP ഈ ഘട്ടത്തിൽ എന്തായാലും കടന്നിട്ടുമില്ല. നിലമ്പൂർ എന്തായാലും അഭിമാന പോരാട്ടമാണ് എന്നതിൻ്റെ സൂചന നൽകുന്നതാണ് ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വരെ. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.